സൃഷ്ടിസ് മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദിവ്യ. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ബീഫ് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിനി വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ 650 ഗ്രാം ബോൺലെസ് ബീഫാണ് എടുത്തിട്ടുള്ളത്. അതാദ്യം തന്നെ നമുക്ക് മസാലകൾ ചേർത്ത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചതിന് ശേഷം ഒരു 7-8 ചുവന്ന മുളകൊന്ന് ചൂടാക്കിയെടുക്കുക. അതുപോലെ തന്നെ മല്ലിയും 2 ടേബിൾ സ്പൂൺ മല്ലിയും ഒന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് പ്രഷർ കുക്കറിൽ ബീഫിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ബീഫ് കുക്കറിലേക്ക് ഇടുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മല്ലി, മുളക്, അതുപോലെ തന്നെ ഉപ്പ് 1 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കറിവേപ്പില കുറച്ച്, ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറിലൊന്ന് ഇത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ തിക്ക് ഗ്രേവി ടൈപ്പിലുള്ള മസാലയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇനി മീഡിയം ഫ്ലെയിമിൽ പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 2 വലിയ ഉള്ളി നൈസായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ 1/2 കപ്പ് ചെറിയ ഉള്ളി നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് ഒരു 5-6 പച്ചമുളക്, ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കുക. ഇനി കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ 2-3 പച്ചമുളകും ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ വീണ്ടും വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച് വെച്ച സമയത്തും മല്ലിയും മുളകും നല്ലപോലെ പൊടിച്ചെടുത്തത് ചേർത്ത് വേവിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. അതിനനുസരിച്ചിട്ട് മസാലയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് രണ്ടാമത് ഇടുമ്പോൾ. ഇപ്പോൾ ഇതിലേക്ക് മസാലയെല്ലാം നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള, അതായത് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ബീഫ് വേവിച്ച വെള്ളം കുറച്ച് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. മസാലകളെല്ലാം നന്നായി യോജിപ്പിച്ച ശേഷം ഒരു 5-6 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നല്ല നാടൻ രീതിയിലുള്ള ബീഫ് കറിയാണിത്. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പെരുംജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്യാം. പെരുംജീരകത്തിൻ്റെ പൊടി ഡയറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ
മീഡിയം ഫ്ലെയിമിൽ പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് വീണ്ടും അതിലേക്ക് ഒരു 4-5 ചുവന്ന മുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ വേവിച്ച് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ നാടൻ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി അടുത്ത നല്ല ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.